സുവോളജി ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വണ്ണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അധികം കുട്ടികളും മലയാളം മീഡിയം പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവരാണ്. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് മലയാളം മീഡിയത്തിൽ നിന്നും നമ്മൾ പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിനെ നമ്മൾ പരിഹരിക്കാനാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ സുവോളജി ക്ലാസ്സിലേക്കാണ്. വാട്ട് ഈസ് സുവോളജി? സുവോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സുവോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് അനിമൽസ്. അനിമൽസിനെ കുറിച്ച്, ജന്തുക്കളെ പറ്റിയുള്ള പഠനം, ജന്തുശാസ്ത്രം. അപ്പോൾ ജന്തുക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ചിന്റെ പേരാണ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് അനിമൽസ്. അതിന്റെ പേരാണ് സുവോളജി. അപ്പോൾ സുവോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് അനിമൽസ് ആണ്. അപ്പോൾ ബയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ് ആണ്. അതിനെ രണ്ട് ബ്രാഞ്ചുകളായി തിരിച്ചിട്ടുണ്ട്. ഒരു ബ്രാഞ്ച് സുവോളജിയാണ്, ഒരു ബ്രാഞ്ച് ബോട്ടണിയാണ്. ബോട്ടണി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആണ്, സുവോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് അനിമൽസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക്, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ്, കഴിവതും നമുക്ക് സിമ്പിളാക്കി പഠിച്ചു പോവാം. ആ ചാപ്റ്ററിന്റെ പേരിലാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, ഇതാണ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമ്മൾ കുറെ ഇൻട്രൊഡക്ഷൻ പഠിക്കേണ്ടി വരും. ഇൻട്രൊഡക്ഷൻ പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന വാക്ക് ഇതാണ്, സെൽ. വാട്ട് ഈസ് സെൽ? സെല്ലിന്റെ മലയാളം കോശം എന്നാണ്. എന്താണ് കോശം? അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറലും ഫങ്ഷണലുമായിട്ടുള്ള യൂണിറ്റ്. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ ഘടനാപരം, ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ജീവധർമ്മപരം. അപ്പോൾ ഒരു ജീവിയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് സെൽ. വാട്ട് ഈസ് സെൽ? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. ഇനി നമ്മുടെ ബോഡിയിൽ ഒരു സെല്ല് ഉള്ള ജീവികളുണ്ട്, ഒരുപാട് സെല്ലുള്ള ജീവികളുണ്ട്. ഒരു സെല്ല് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. അമീബ, പാരമീസിയം, ട്രിപ്പാനോസോമ, ഇതൊക്കെ യൂണിസെല്ലാണ്. പ്ലാസ്മോഡിയം ഉണ്ട്, ഇതൊക്കെ യൂണിസെല്ലാണ്. ഒരു സെല്ല് മാത്രമേ. അതിൽ കൂടുതലുണ്ടെങ്കിൽ മൾട്ടി സെല്ലാർ എന്ന് പറയും. ബഹുകോശ ജീവികൾ, മറ്റേ ഏകകോശം, ബഹുകോശം. അപ്പോൾ യൂണിസെല്ലാറും മൾട്ടി സെല്ലാറും. ഒരു സെല്ല് കൊണ്ട് ബോഡി നിർമ്മിച്ചിരിക്കുന്നതെല്ലാം യൂണിസെല്ലുലാർ, ഒരുപാട് സെല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് മൾട്ടി സെല്ലാർ. അപ്പൊ സെല്ല് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. ഈ സെല്ലുകൾ ചേർന്നാൽ എ ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിംഗ് എ കോമൺ ഫങ്ഷൻ. കുറെ സെല്ലുകൾ ചേർന്നിട്ട് ഒരു ഫങ്ഷൻ നടത്തിയാൽ അതിനെ വിളിക്കുന്ന പേര് ടിഷ്യൂ എന്നാണ്. What is a tissue? A group of cells performing a common function is called a tissue. കുറെ സെല്ലുകൾ ചേർന്നിട്ട് ഒരു ഫംഗ്ഷൻ നടത്തിയാൽ അതിനെ വിളിക്കുന്ന പേര് ടിഷ്യൂ എന്നാണ്. A group of cells performing a common function is called tissue. അപ്പോൾ നമ്മുടെ ബോഡിയിൽ 4 തരം ടിഷ്യൂ, ഹ്യൂമൻ ബോഡിയിൽ 4 തരം ടിഷ്യൂ ഉണ്ട്. ഒന്നിനെ വിളിക്കുന്ന പേരാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇതിനെയാണ് മലയാളത്തിൽ ആവരണകല എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിളിക്കുന്ന പേര് മസ്കുലാർ ടിഷ്യൂ, പേശികല എന്ന് വിളിക്കും. മൂന്നാമത്തെ വിളിക്കുന്ന പേര് കണക്റ്റീവ് ടിഷ്യൂ, യോജകകല എന്ന് പറയും. നാലാമത്തതിന്റെ പേര് നെർവസ് ടിഷ്യൂ. അങ്ങനെ നെർവസ് ടിഷ്യൂ, അങ്ങനെ 4 തരം ടിഷ്യൂ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ we have the 4 types of tissues in the human body: epithelial tissue, muscular tissue, connective tissue, and the nervous tissue. What is the tissue? A group of cells performing a common function is called a tissue. അപ്പോൾ നമ്മൾ കണ്ടത് സെല്ലുകൾ. What is cell? Structural and functional unit of an organism. സെല്ല് ചേർന്നാൽ ടിഷ്യൂ ഉണ്ടാവും. ഇനി പറയുന്നത് a group of tissues performing a common function is called an organ. കുറെ സെൽ ടിഷ്യൂ ചേർന്നിട്ട് ഒരു പ്രത്യേക ഫംഗ്ഷൻ നിർവഹിച്ചാൽ അതിനെ വിളിക്കുന്ന പേര് ഓർഗൻ എന്ന് പറയും, അവയവം. A group of tissues performing a common function. ഹ്യൂമൻ ബോഡിയിൽ എത്ര ഓർഗൻസ് ഉണ്ട്? How many organs are present in our body? അതിന്റെ ആൻസർ എത്രയുമാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഓർഗൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി 79. 79 ഓർഗൻസ്. 79 ഓർഗൻസ് ആണ് ഹ്യൂമൻ ബോഡിയിൽ ആകെ. ഇനി എ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എ കോമൺ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഓർഗൻ സിസ്റ്റം.
അവയവ വ്യവസ്ഥ. നമ്മുടെ ബോഡിയിൽ നമ്പർ ഓഫ് ഓർഗൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് 11 ഓർഗൻ സിസ്റ്റംസ്. അപ്പൊ ഈ ഓർഗൻ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത് ഓർഗൻസ് വെച്ചിട്ടാണ്. അപ്പൊ സെല്ലുകൾ ചേർന്നാൽ ടിഷ്യൂ ഉണ്ടാകും, ടിഷ്യൂ ചേർന്നാൽ ഓർഗൻ ഉണ്ടാകും, ഓർഗൻ ചേർന്നാൽ ഓർഗൻ സിസ്റ്റം ഉണ്ടാകും, ഓർഗൻ സിസ്റ്റംസ് ചേർന്നാൽ ഒരു ഓർഗാനിസം ഉണ്ടാകും, ഒരു ജീവിതം. അപ്പൊ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസമാണ്. നമ്മുടെ ബോഡി കമ്പോസ് ചെയ്തിരിക്കുന്നത് 11 ഓർഗൻ സിസ്റ്റംസ് വെച്ചിട്ടാണ്. 11 ഓർഗൻ സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത് 79 ഓർഗൻസ് വെച്ചിട്ടാണ്. 79 ഓർഗൻസ് നിർമ്മിച്ചിരിക്കുന്നത് 4 ടിഷ്യൂ വെച്ചിട്ടാണ്. 4 തരം ടിഷ്യൂസ്. 4 തരം ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് കോടിക്കണക്കിന് സെല്ലുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഓർഗാനിസം, ഓർഗൻ സിസ്റ്റം, ഓർഗൻ, ടിഷ്യൂ, സെല്ല്. അതുകൊണ്ടാണ് സെല്ലിനെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. കാരണം സെല്ല് ചേർന്നാൽ ടിഷ്യൂ ഉണ്ടാകും, ടിഷ്യൂ ചേർന്നാൽ ഓർഗൻ ഉണ്ടാകും, ഓർഗൻ ചേർന്നാൽ ഓർഗൻ സിസ്റ്റം ഉണ്ടാകും, ഓർഗൻ സിസ്റ്റം ചേർന്നാൽ ഓർഗാനിസം ഉണ്ടാകും. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ടിഷ്യൂസിനെ പറ്റിയിട്ടാണ്. 4 തരം ടിഷ്യൂസ് ഉണ്ട്. ആ 4 തരം ടിഷ്യൂസിനെ കുറിച്ചും വിശദമായിട്ട് പഠിക്കുകയാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ടിഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. What is a tissue? It is defined as a group of cells performing a common function. ഒരു കൂട്ടം സെല്ലുകൾ ചേർന്ന് ഒരു ഫംഗ്ഷൻ നിർവഹിക്കുന്നതാണ് ടിഷ്യൂ. Which are the 4 types of tissues in the human body? Epithelial tissue, muscular tissue, connective tissue and nervous tissue. ഇങ്ങനെ 4 തരം ടിഷ്യൂസ്. ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിഷ്യൂകൾ 4 തരം ടിഷ്യൂസ് ഉണ്ട് ഹ്യൂമൻ ബോഡിയിൽ. ഹ്യൂമൻ ബോഡിയിലെ 4 തരം ടിഷ്യൂസിൽ എപ്പിത്തീലിയൽ, മസ്കുലാർ, കണക്റ്റീവ്, നെർവസ്. അതിൽ ഒരെണ്ണം നമ്മൾ പഠിക്കാൻ പോവാം. വളരെ സാവധാനം പഠിച്ചാൽ മതി. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ഇത്തിരി സമയമെടുക്കും. പിന്നെ ചിലർക്ക് ലാംഗ്വേജിന് പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതൊക്കെ ശരിയായി വരണം. അപ്പൊ നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോണ ആദ്യത്തെ ടിഷ്യൂ എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂ. ഇതിനെ മലയാളത്തിൽ പറഞ്ഞ പേര് യോജകകല എന്ന് പറയും. യോജകകല ആ പറയുന്നതിൽ തന്നെ അർത്ഥമുണ്ട്. യോജകകല എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ യോജിപ്പിക്കുകയാണ്. The tissue which connects the different parts of the body together. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ചേർത്ത് പ്രവർത്തിപ്പിക്കുന്ന ടിഷ്യൂ. അതിനെ വിളിക്കുന്ന പേര് കണക്റ്റീവ് ടിഷ്യൂ. What is a connective tissue? The tissue which connects the different parts of the body together is called a connective tissue. അതിന് എക്സാമ്പിൾ പറയുന്ന ഒരെണ്ണത്തിന്റെ പേരാണ് ബ്ലഡ്. ബ്ലഡ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ. അത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ലിംഫ്, കണക്റ്റീവ് ടിഷ്യൂ. ഇനി അതിന്റെ പേര് ബോൺസ്, കണക്റ്റീവ് ടിഷ്യൂ. അത് കഴിഞ്ഞാൽ അതിന്റെ പേര് ലിഗമെന്റ്സ്, കണക്റ്റീവ് ടിഷ്യൂ. കാർട്ടിലേജസ്, ഇതെല്ലാം കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതിന്റെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ചേർത്ത് പ്രവർത്തിപ്പിക്കുക, ഒന്നിച്ച് ചേർത്ത് നിർത്തുക. അങ്ങനെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിനെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ഏതാണോ ആ ടിഷ്യൂവിനെ വിളിക്കുന്ന പേര് കണക്റ്റീവ് ടിഷ്യൂ. What is a connective tissue? The tissue which connects the different parts of the body together is called a connective tissue. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ബ്ലഡ്, ലിംബ്, ബോൺസ്, ലിഗമെന്റ്സ്, കാർട്ടിലേജസ് എക്സെട്ര. ഇതില് ആദ്യം പറഞ്ഞ രണ്ടെണ്ണം, അതായത് ബ്ലഡ്, ലിംബ്, അതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ടും ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അത് രണ്ടും കണക്റ്റീവ് ടിഷ്യൂ ആണ്. പക്ഷെ അത് രണ്ടും ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ്, ദ്രാവകാവസ്ഥയിലാണ്. അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള, ഫ്ലൂയിഡ് സ്റ്റേറ്റിലുള്ള 2 കണക്റ്റീവ് ടിഷ്യൂവിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഒന്ന് ബ്ലഡ്, ഒന്ന് ലിംബ്. ഇനി നമുക്ക് ബ്ലഡിനെ കുറിച്ച് അറിയാം. ബ്ലഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെഡ് ഇൻ കളർ. അത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പൊ അതിനകത്ത് ഒത്തിരി പ്രത്യേകതകൾ, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ആദ്യം നമ്മൾ കാണുന്നത് നോർമൽ ബ്ലഡ് വോളിയം ഇൻ മാൻ. മനുഷ്യന്റെ ശരീരത്തില് ആകെയുള്ള ബ്ലഡിന്റെ അളവ്, അതിന്റെ വോളിയം എത്രയാണ്? നോർമൽ ബ്ലഡ് വോളിയം ഇൻ മാൻ എന്ന് പറയുന്നത് 5 to 6 ലിറ്റേഴ്സ്. 5 മുതൽ 6 ലിറ്റർ ആണ്. അപ്പൊ 5 മുതൽ 6 ലിറ്റർ ആണ് നോർമൽ ബ്ലഡ് വോളിയം ഓഫ് മാൻ. അപ്പൊ ദ നോർമൽ ബ്ലഡ് വോളിയം ഓഫ് മാൻ ഈസ് 5 to 6 ലിറ്റേഴ്സ്. ഇനി ചോദിക്കുന്നത് ബ്ലഡിന്റെ pH വാല്യൂ. pH വാല്യൂ ഓഫ് ഹ്യൂമൻ ബ്ലഡ്. എന്താണ് pH വാല്യൂ? ഒരു സൊല്യൂഷൻ തന്നാൽ, ഒരു ലായനി തന്നാൽ അത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ, അസിഡിക സ്വഭാവമാണോ ആൽക്കലിക സ്വഭാവമാണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ pH വാല്യൂ ഉപയോഗിക്കുന്നത്. അപ്പൊ വാട്ടറിന്റെ pH വാല്യൂ 7 ആണ്. വെള്ളത്തിന്റെ pH വാല്യൂ 7 ആണ്. അത് അസിഡിക്കും അല്ല ആൽക്കലൈനും അല്ല, അത് ന്യൂട്രൽ. 7 കൂടി വന്നാൽ
8, 9, 10 അങ്ങനെ വന്നാൽ അത് ആൽക്കലൈനാണ്. 7 കൂടി വരുന്നത് ആൽക്കലൈൻ. 7 കുറഞ്ഞു വന്നാൽ അത് അസിഡിക് നേച്ചറാണ്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ വാട്ടറിന്റെ pH വാല്യൂ 7 അത് ന്യൂട്രൽ. 7 കൂടി വന്നാൽ എത്ര വന്നാലും അത് ആൽക്കലൈൻ ആണ്. 7 കുറഞ്ഞു വന്നാൽ അത് അസിഡിക് നേച്ചറാണ്. അപ്പോൾ ഹ്യൂമൻ ബ്ലഡിന്റെ pH വാല്യൂ 7.4, 7.4. അത് 7-നേക്കാളും കൂടുതലാണ്. അതിന് ആൽക്കലൈൻ നേച്ചറാണ്. അപ്പോൾ അതാണ് നോർമൽ ബ്ലഡ് വോളിയം ഇൻ മാൻ 5 to 6 liters ആണ്. ബ്ലഡിന്റെ pH വാല്യൂ 7.4 ആണ്. സ്ലൈറ്റ്ലി ആൽക്കലൈൻ, ചെറിയൊരു ആൽക്കലൈൻ. 7 കൂടുതലായതുകൊണ്ട് ആൽക്കലൈൻ നേച്ചറാണ്. ഇനി ബ്ലഡിനെ നമ്മൾ 2 പാർട്ടായിട്ട് തിരിക്കാൻ പോവാണ്. ബ്ലഡിനെ 2 പാർട്ടായിട്ട് തിരിക്കും. ഒരു പാർട്ട് ലിക്വിഡ് പാർട്ടാണ്. അതിനെ വിളിക്കുന്ന പേര് പ്ലാസ്മ, ദാറ്റ് ഈസ് ദ ലിക്വിഡ് പാർട്ട്. രണ്ടാമത്തത് സോളിഡ് പാർട്ടാണ്. അതിന്റെ പേര് ബ്ലഡ് സെൽസ്, അത് വന്നിട്ട് സോളിഡ് പാർട്ട്. അപ്പോൾ which are the two regions of the blood? ഒന്ന് പ്ലാസ്മ, ഒന്ന് ബ്ലഡ് സെൽസ്. പ്ലാസ്മ ലിക്വിഡ് പാർട്ടാണ്, ബ്ലഡ് സെൽസ് സോളിഡ് പാർട്ടാണ്. Then ഇവിടെ ഒരു ചോദ്യം ഇതാണ്, what is പ്ലാസ്മ? എന്താണ് പ്ലാസ്മ? നമ്മൾ പറഞ്ഞു പ്ലാസ്മ is the liquid part of the blood. ബ്ലഡിന്റെ ലിക്വിഡ് പാർട്ടാണ്, ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. It is a pale yellowish in color. അതിന്റെ നിറം pale yellowish ആണ്, ഇളം മഞ്ഞ നിറം. അപ്പോൾ pale yellowish കളർ ഉള്ളതാണ് പ്ലാസ്മ. 92% of it is, അതിന്റെ 92% it is water. അതിന്റെ 92% ജലമാണ്, വെള്ളമാണ്. The remaining 8%, അവശേഷിക്കുന്ന 8% മെയിൻലി കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻസ്. ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീൻസ് ആണ്. അതിനെ വിളിക്കുന്ന പേര്, ആ പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേര് ഇതാണ് പ്ലാസ്മ പ്രോട്ടീൻസ്. പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീൻസ് ആയതുകൊണ്ട് പ്ലാസ്മ പ്രോട്ടീൻസ്. അപ്പോൾ പ്ലാസ്മയെ പറ്റി എന്തറിയാം? പ്ലാസ്മ is the liquid part of the blood. It is a pale yellowish in color. 92% of it is water. The remaining 8% mainly consists of proteins called plasma proteins. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സെല്ല് കണ്ടു. What is cell? Structural and functional unit of an organism. അതാണ് സെൽ. ഇനി what is a tissue? A group of cells performing a common function is called a tissue. ഒരു കൂട്ടം സെല്ലുകൾ ചേർന്നിട്ട് ഒരു ഫംഗ്ഷൻ നടത്തിയാൽ അതിന് നമ്മൾ ടിഷ്യൂ എന്ന് പറയും. നമ്മുടെ ബോഡിയിൽ 4 തരം ടിഷ്യൂ ഉണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. അതിൽ എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ചേർന്നാൽ ഓർഗൻ ഉണ്ടാവും. ടോട്ടൽ നമ്പർ ഓഫ് ഓർഗൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി 79 കണ്ടതാണ്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ചേർന്നാൽ ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. നമ്പർ ഓഫ് ഓർഗൻ സിസ്റ്റംസ് ഇൻ ദ ഹ്യൂമൻ ബോഡി 11. ഇനി എ ഗ്രൂപ്പ് ഓഫ് ഓർഗൻ സിസ്റ്റംസ് ചേർന്നാൽ ഒരു ഓർഗാനിസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടു വാട്ട് ഈസ് എ ടിഷ്യൂ? എ ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിംഗ് എ കോമൺ ഫംഗ്ഷൻ ഈസ് കോൾഡ് എ ടിഷ്യൂ. അതിൽ വാട്ട് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ? The tissue which connects the different parts of the body together is called a connective tissue. An example ആയിട്ട് blood, lymph, bones, cartilages, etc. അതിൽ fluid connective tissue ആണ് blood, lymph. പിന്നെ ബ്ലഡിന്റെ ഡീറ്റെയിൽസ് കണ്ടത് അതിൽ നോർമൽ ബ്ലഡ് വോളിയം 5 to 6 liters, ബ്ലഡിന്റെ pH വാല്യൂ 7.4, ബ്ലഡിന്റെ 2 പാർട്ട് പ്ലാസ്മ, ബ്ലഡ് സെൽസ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, അതിന്റെ കളർ പെയിൽ യെല്ലോയിഷ്. 92% വാട്ടർ, റിമൈനിങ് 8% പ്രധാനമായിട്ടുള്ളത് പ്രോട്ടീൻസ് ആണ്, പ്ലാസ്മ പ്രോട്ടീൻസ്. ഇത് 3 തരമുണ്ട്. വിച്ച് ആർ ദ പ്ലാസ്മ പ്രോട്ടീൻസ്? ഒരു തരം പ്ലാസ്മ പ്രോട്ടീൻസിന്റെ പേരെന്താണ്? ആൽബുമിൻ. ഒന്ന് ആൽബുമിൻ. അത് കഴിഞ്ഞാൽ അടുത്ത പ്ലാസ്മ പ്രോട്ടീന്റെ പേരാണ് ഗ്ലോബുലിൻ. അത് പ്ലാസ്മ പ്രോട്ടീൻ ആണ്. അത് കഴിഞ്ഞാൽ അടുത്തതിന്റെ പേരിലാണ് ഫൈബ്രിനോജിൻ. ഇതും പ്ലാസ്മ പ്രോട്ടീൻ ആണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ. ഇതിന് ഓരോന്നിനെയും ജോലിയൊക്കെ ഉണ്ട്. ആൽബുമിന്റെ പണി എന്ന് പറഞ്ഞാൽ കൺട്രോൾസ് ബ്ലഡ് വോളിയം, ബ്ലഡിന്റെ വോളിയം നിയന്ത്രിക്കുക, രക്തത്തില് അളവ് ക്രമീകരിക്കുക. 5 to 6 liters എന്ന് പറയുന്ന അളവ് ക്രമീകരിക്കുക. ആൻഡ് ആൾസോ BP എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ. അപ്പോൾ BP കൺട്രോൾ ചെയ്യുക, ബ്ലഡിന്റെ വോളിയം നിയന്ത്രിക്കുക. ഗ്ലോബുലിന്റെ പണി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ബോഡി ഫ്രം മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുക, ശരീരത്തിൽ പ്രവേശിക്കുന്ന സൂക്ഷ്മജീവികളിൽ നിന്ന് ശരീരത്തിനെ സംരക്ഷിക്കുക. ഫൈബ്രിനോജിന്റെ പണി എന്ന് പറഞ്ഞാൽ കൺട്രോൾസ് ബ്ലഡ് ക്ലോട്ടിംഗ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുക. അപ്പൊ 3 തരം പ്രോട്ടീനുകൾ
പ്ലാസ്മയിൽ കാണുന്നത് കൊണ്ട് പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നു. അതിൽ ആൽബുമിന്റെ ഫംഗ്ഷൻ കൺട്രോൾസ് ബ്ലഡ് വോളിയം ആൻഡ് BP, ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ദ ബോഡി ഫ്രം മൈക്രോ ഓർഗാനിസംസ്, ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ കൺട്രോൾസ് ബ്ലഡ് ക്ലോട്ടിംഗ്. അപ്പോൾ why these are called the plasma proteins? Because they are present in plasma. പ്ലാസ്മയിൽ കാണുന്നത് കൊണ്ടാണ് പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ചോദ്യം ചോദിച്ച് കണ്ടുള്ളത് എങ്ങനെയാണ്? ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ദ പ്ലാസ്മ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്? നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത്? അപ്പോഴേ ആൾക്കാർ ജീവിക്കും ബ്ലഡ് ആണ്, കാരണം ഇത് കാണുന്നത് പ്ലാസ്മയിലാണല്ലോ. എന്നാൽ ആൻസർ ഇതാണ്, ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഫ്രം ദ ലിവർ. കരളിൽ നിന്നാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചോദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, വിച്ച് ആർ ദ പ്ലാസ്മ പ്രോട്ടീൻസ്, ഗിവ് ഇറ്റ്സ് ഫങ്ഷൻസ്. അപ്പൊ നമ്മൾ കാണുന്നത് ആൽബുമിൻ കൺട്രോൾസ് ബ്ലഡ് വോളിയം ആൻഡ് BP, ഗ്ലോബുലിൻ പ്രൊട്ടക്ഷൻ ഓഫ് ദ ബോഡി ഫ്രം മൈക്രോ ഓർഗാനിസംസ്, ഫൈബ്രിനോജൻ കൺട്രോൾസ് ബ്ലഡ് ക്ലോട്ടിംഗ്. പിന്നെ അവിടെ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു ചോദ്യം ഇതാണ്, നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ ഉത്പാദിപ്പിക്കുന്നത്? ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ദ പ്ലാസ്മ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്? അതിന്റെ ആൻസർ ലിവർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്ലഡിനെ കുറിച്ചുള്ള സാധാരണ കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത സെഷൻ കാണാം. അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പൊ ബ്ലഡിന്റെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് RBC, WBC, പ്ലേറ്റ്ലെറ്റുകൾ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കണം. അത് കൂടാതെ അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അതിതാണ് ബ്ലഡ് ഗ്രൂപ്പ്. ബ്ലഡ് ഗ്രൂപ്പ് ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. എന്താ ബ്ലഡ് ഗ്രൂപ്പ്? ഏതൊക്കെയാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്? വിച്ച് ആർ ദ മേജർ ബ്ലഡ് ഗ്രൂപ്പ്സ് ഓഫ് മാൻ? അങ്ങനെ ചോദിച്ചാൽ അത് എഴുതുന്ന എങ്ങനെയാണ്? നമ്മുടെ ഗ്രൂപ്പുകൾ A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O. Oh, these are the major blood groups of man. A, B, AB and O. ഇതില് A ഗ്രൂപ്പും B ഗ്രൂപ്പും O ഗ്രൂപ്പും കണ്ടുപിടിച്ചത് ഒരാളാണ്. അയാളാണ് നമ്മൾ ഹൂ ഡിസ്കവേർഡ് ദ ബ്ലഡ് ഗ്രൂപ്പ്സ് ഓഫ് മാൻ എന്ന് ചോദിച്ചാൽ അയാളുടെ പേര് നമ്മൾ എഴുതുന്നത് കാൾ ലാൻഡ്സ്റ്റൈനർ. അത് വന്നിട്ട് 1900 എന്ന് പറഞ്ഞ വർഷമാണ്. 1900 നോബൽ സമ്മാനം ജേതാവാണ്. 1900 കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ആളാണ് A ഗ്രൂപ്പും B ഗ്രൂപ്പും O ഗ്രൂപ്പും കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ട് AB ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് വേറെ 2 പേരാണ്. അതിൽ ഒരാളിന്റെ പേര് ഇതാണ്, ഡി കാസ്റ്റലോ എന്ന് പറയും. അടുത്ത ആളിന്റെ പേര് സ്റ്റെയിനി. ഇവർ രണ്ടും കൂടെ 1902 AB ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. ഇത് മൂന്നും കൂടെ ചേർത്തുകൊണ്ട് ലാൻഡ്സ്റ്റൈനർക്കും ഡി കാസ്റ്റലോയ്ക്കും സ്റ്റെയിനിക്കും കൂടി ചേർത്തിട്ടാണ് നോബൽ സമ്മാനം കിട്ടുന്നത്. അപ്പൊ ഇവർ 3 പേരുമാണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. അപ്പൊ പക്ഷെ പ്രധാനപ്പെട്ട ആളിന്റെ പേര് ലാൻഡ്സ്റ്റൈനർ. ഹൂ ഡിസ്കവേർഡ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഇൻ മാൻ? കാൾ ലാൻഡ്സ്റ്റൈനർ. Which are the major blood groups of man? A group, B group, AB group, O group. എന്തിന്റെ ബേസിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പുകൾ തിരിക്കുന്നത്? നമ്മൾ A ഗ്രൂപ്പ് എന്നും B ഗ്രൂപ്പ് എന്നും AB ഗ്രൂപ്പ് എന്നും O ഗ്രൂപ്പ് എന്നും തിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ബ്ലഡിനകത്ത് അടങ്ങിയിട്ടുള്ള ആന്റിജൻസിന്റെയും ആന്റിബോഡിയുടെയും പ്രസൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് തിരിക്കുന്നത്. ബ്ലഡിനകത്ത് ആന്റിജൻസും ആന്റിബോഡീസും ഇതിന് 3 കോളം കഴിച്ചാൽ നമുക്കത് പഠിക്കാൻ എളുപ്പമാണ്. ഇത് ബ്ലഡ് ഗ്രൂപ്പ്, ഇത് ആന്റിജൻ, ഇത് വന്നിട്ട് ആന്റിബോഡി. ഇങ്ങനെ നമ്മൾ തിരിക്കാം. അതില് ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് വിചാരിക്കാം. ഇതിലടങ്ങിയിട്ടുള്ള ആന്റിജൻസ് A ആണ്. ഇതിലുള്ള ആന്റിബോഡിയുടെ പേര് B ആണ്. ആന്റിബോഡി ചെറിയ അക്ഷരമാണ്. അപ്പൊ A ആന്റിജനും B ആന്റിബോഡി എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. A ആന്റിജൻ വന്നാൽ B ആന്റിബോഡി വരും. A ആന്റിജനും B ആന്റിബോഡി അടങ്ങിയതാണ് A ഗ്രൂപ്പ് ബ്ലഡ്. ഇനി B ഗ്രൂപ്പ് ബ്ലഡ് ആണെങ്കിൽ ആന്റിജന്റെ പേര് B, ആന്റിബോഡി A. B ഗ്രൂപ്പ് ബ്ലഡ് കണ്ടെയ്ൻസ് B ആന്റിജൻ ആൻഡ് A ആന്റിബോഡി. ഇനി AB ഗ്രൂപ്പ് ബ്ലഡ് ആണെങ്കിൽ ആന്റിജൻസ് ബോത്ത് A ആൻഡ് B രണ്ടുമുണ്ട്. ആന്റിബോഡീസ് ആബ്സെന്റ്, ആന്റിബോഡി ഇല്ല. ആന്റിബോഡീസ് ആബ്സെന്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. ഇനി O ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആന്റിജൻസ് ആബ്സെന്റ് ആണ്, ആന്റിബോഡി Aയും Bയും പ്രസന്റ് ആണ്. അപ്പൊ ഇത് നോക്കിയിട്ടാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് തിരിക്കുന്നത്. അപ്പൊ എന്തിന്റെ ഇങ്ങനെ ചോദ്യം ചോദിക്കാം, വിച്ച് ആർ ദ ആന്റിജൻസ് ആൻഡ് ആന്റിബോഡീസ് പ്രസന്റ് ഇൻ ഹ്യൂമൻ ബ്ലഡ്? അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ 3 കോളം വെച്ചിട്ട് എഴുതുക. A ഗ്രൂപ്പിൽ A ആന്റിജൻ B ആന്റിബോഡി, B ഗ്രൂപ്പിൽ B ആന്റിജൻ A ആന്റിബോഡി.
എ ബി ഗ്രൂപ്പിൽ ബോത്ത് ആന്റിജൻസ് എ ആൻഡ് ബി ആന്റിബോഡീസ് ആബ്സെന്റ്, ഒ ഗ്രൂപ്പിൽ ആന്റിജൻസ് ആബ്സെന്റ് ആന്റിബോഡീസ് ബോത്ത് എ ആൻഡ് ബി പ്രസന്റ്. ഇങ്ങനെയാണ് തിരിക്കുന്നത്. അപ്പൊ എ ആന്റിജൻ മാത്രമുള്ളത് എ ഗ്രൂപ്പോ, ബി ആന്റിജൻ ഉള്ളത് ബി ഗ്രൂപ്പോ, രണ്ടും കൂടി ഉള്ളത് എ ബി ഗ്രൂപ്പോ, ഇല്ലാത്തത് ഒ ഗ്രൂപ്പ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് സാധാരണഗതിയിൽ ചോദിച്ചു കണ്ടുള്ള കാര്യമാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. വാട്ട് ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? രക്തനിവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ the transference of blood from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ. ഒരാളിൽ നിന്ന് ബ്ലഡ് എടുത്ത് മറ്റൊരാളിന്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. വാട്ട് ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? Transference of blood from one person to another is called blood transfusion. അപ്പൊ രണ്ട് പേര് വേണം, കൊടുക്കാൻ ഒരാൾ വേണം, വാങ്ങാൻ ഒരാൾ വേണം. The person who donate blood, ആരാണോ കൊടുക്കുന്നത്, കൊടുക്കുന്ന ആളിനെ വിളിക്കുന്ന പേര് ഈസ് കാൾഡ് ഡോണർ. കൊടുക്കുന്ന ആള് ഡോണർ. ആരാണോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് അയാൾ ഡോണർ. ആൻഡ് the person who receives it, ആരാണോ അത് സ്വീകരിക്കുന്നത് അയാളെ വിളിക്കുന്ന പേര് റെസിപ്പിയന്റ്. സ്വീകരിക്കുന്നത്, റിസീവ് ചെയ്യുന്നത് റെസിപ്പിയന്റ്, ഡൊണേറ്റ് ചെയ്യുന്നത് ഡോണർ. അപ്പോൾ ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ ചോദിച്ചാൽ വാട്ട് ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? The transference of blood from one person to another is called blood transfusion. In blood transfusion, the person who donates blood is called the donor and the person who receives it is the recipient. അപ്പോൾ നമ്മൾ കണ്ടത് ബ്ലഡിന്റെ കാര്യങ്ങളിൽ നമ്മൾ കണ്ടത് ബ്ലഡ് ഗ്രൂപ്പ്, which are the major blood groups of man? A, B, AB and O. Who discovered the blood groups of man? Carl Landsteiner. അയാളാണ് മേജർ ബ്ലഡ് ഗ്രൂപ്പ്സ് കണ്ടുപിടിച്ചത്. പിന്നെ എ ബി ഗ്രൂപ്പ് കണ്ടുപിടിച്ച ആളിന്റെ പേര് ഹൂ വേർ ദ സയന്റിസ്റ്റ് ഡിസ്കവേർഡ് എ ബി ഗ്രൂപ്പ്? ഡി കാസ്റ്റലോ ആൻഡ് സ്റ്റെയിനി. അത് 2 വർഷം കഴിഞ്ഞിട്ട്. അങ്ങനെ 4 ഗ്രൂപ്പുകൾ. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ആന്റിജൻസിന്റെയും ആന്റിബോഡീസിന്റെയും പേര് എ ഗ്രൂപ്പ് ബ്ലഡിൽ എ ആന്റിജൻ ബി ആന്റിബോഡി, ബി ഗ്രൂപ്പ് ബ്ലഡിൽ ബി ആന്റിജൻ എ ആന്റിബോഡി, എ ബി ഗ്രൂപ്പ് ബ്ലഡിൽ 2 ആന്റിജൻസ് ബോത്ത് ആന്റിജൻസ് എ ആൻഡ് ബി ആന്റിബോഡി ആബ്സെന്റ്, ഒ ഗ്രൂപ്പിൽ ആന്റിജൻസ് ആബ്സെന്റ് ആന്റിബോഡീസ് എ ആൻഡ് ബി പ്രസന്റ്. പിന്നെ അത് കഴിഞ്ഞാൽ ചോദിക്കാവുന്ന ചോദ്യമാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. വാട്ട് ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? is a process by which blood is transferred from one person to another. അതിൽ കൊടുക്കുന്ന ആൾ the person who donates blood and the donor, the person who receives blood അയാളുടെ പേര് recipient. ഇതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കാണും. ഇനി ഇതിനകത്ത് അടുത്തൊരു മേജർ സെഷൻ ഉണ്ട്, അതിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളിലേക്ക് വരാണ്. അത് വളരെ ശ്രദ്ധിക്കുക. കാര്യം ഇവിടെ നിന്ന് ഏറ്റവും നല്ലൊരു ചോദ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ശ്രദ്ധിക്കും. ഇപ്പൊ എ ഗ്രൂപ്പ് ബ്ലഡ് ഉള്ളതാണ് റെസിപ്പിയന്റ്. എ ഗ്രൂപ്പ് ആണ് റെസിപ്പിയന്റ്, വാങ്ങുന്ന ആൾ എ ഗ്രൂപ്പാണ്. ഇയാൾക്ക് മാച്ച് ആവുന്ന ഗ്രൂപ്പുകൾ എ മാച്ചിങ് ആണ്. എ ഗ്രൂപ്പ് കൊടുക്കാം, ഓയിൽ കൊടുക്കാം. ഓയില് ആന്റിജൻസ് ഇല്ലാത്തത് കൊണ്ട് അത് കൊടുക്കാം. അപ്പൊ എ ഗ്രൂപ്പ് ബ്ലഡ് ഉള്ള ഒരാൾക്ക് എയും ഓയും മാച്ചിങ് ആണ്. ഇനി ബി ഗ്രൂപ്പ് ബ്ലഡ് ആണെങ്കിൽ അയാൾക്ക് മാച്ചിങ് ബിയും ഓയും ആണ്. സെയിം ഗ്രൂപ്പ് എന്തായാലും കൊടുക്കാം, ഓയും കൊടുക്കാം. എ ബി ഗ്രൂപ്പാണ് ഡോണർ റെസിപ്പിയന്റ് എങ്കിൽ അയാൾക്ക് ഡോണറായിട്ട് എ ഗ്രൂപ്പ് വരാം, ബി ഗ്രൂപ്പ് വരാം, എ ബി ഗ്രൂപ്പ് വരാം, ഒ ഗ്രൂപ്പ് വരാം. എല്ലാ ഗ്രൂപ്പും മാച്ച് ചെയ്യണം. അപ്പൊ എ ബി ഗ്രൂപ്പ് ഉള്ളവരുടെ പ്രത്യേകത അവർക്ക് എല്ലാ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് വാങ്ങാൻ പറ്റും. അതുകൊണ്ട് എ ബി ഗ്രൂപ്പുകാരെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അവരെ വിളിക്കുന്ന പേര് യൂണിവേഴ്സൽ റെസിപ്പിയൻസ്, സാർവിക സ്വീകർത്താക്കൾ. എല്ലാ ഗ്രൂപ്പും റിസീവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എ ബി ഗ്രൂപ്പുകാരെ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന ഗ്രൂപ്പിൽ വിളിക്കും. ഇനി ഒ ഗ്രൂപ്പിലാണെങ്കിൽ ഒ മാത്രമേ ചെയ്യൂ, പക്ഷെ എല്ലാ ഗ്രൂപ്പുകാർക്കും കൊടുക്കാം. ആന്റിജൻസ് ഇല്ലാത്തത് കൊണ്ട് എക്കും ബിക്കും എ ബിക്കും ഓക്കും കൊടുക്കാം. അതുകൊണ്ട് ഒ ഗ്രൂപ്പുകാരെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അവരെ വിളിക്കുന്ന പേര് യൂണിവേഴ്സൽ ഡോണേഴ്സ്, സാർവിക ദാതാക്കൾ. അപ്പൊ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് പറയുന്നത് എ ബി ഗ്രൂപ്പുകാരാണ്, യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയുന്നത് ഒ ഗ്രൂപ്പുകാരാണ്. അതിന്റെ കാരണം എ ബി ഗ്രൂപ്പ് ബ്ലഡിന് എയും ബിയും എ ബിയും ഒയും സ്വീകരിക്കാൻ പറ്റും. എന്നാൽ ഒ ഗ്രൂപ്പിന് ഒ മാത്രമേ പറ്റുള്ളൂ, പക്ഷെ എല്ലാ ഗ്രൂപ്പുകാർക്കും കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഞാനിപ്പോ എ ഗ്രൂപ്പ് ബ്ലഡ് ഉള്ള ഒരാൾക്ക് ബി ഗ്രൂപ്പ് കൊടുക്കും.
അപ്പൊ എ ഗ്രൂപ്പ് ബ്ലഡില് എ ആന്റിജൻ ബി ആന്റിബോഡി, ബി ഗ്രൂപ്പ് ബ്ലഡില് ബി ആന്റിജൻ എ ആന്റിബോഡി. ഇത് ഒരിക്കലും മാച്ചിങ് ഗ്രൂപ്പ് അല്ല, മിസ് മാച്ചിങ് ഗ്രൂപ്പാണ്. അങ്ങനെ വന്നാൽ ട്രാൻസ്ഫറൻസ് ഓഫ് മിസ്മാച്ചിങ് ഗ്രൂപ്പ് കോസസ്, മിസ്മാച്ചിങ് ബ്ലഡ് കോസസ്. ഇങ്ങനെ വന്നാൽ ഗ്രൂപ്പ് മാറിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്ത് പറ്റും? അതാണ് ചോദ്യം. ക്ലംബിംഗ് ഓഫ് ഡോണേഴ്സ് ആർ ബി സി, കൊടുക്കുന്ന ബ്ലഡിലുള്ള ആർ ബി സി ഇൻ ദ ബ്ലഡ് വെസൽസ് ഓഫ് ദ റെസിപ്പിയന്റ്, വാങ്ങിക്കുന്ന ആളിന്റെ ബ്ലഡ് വെസൽസിൽ റെസിപ്പിയന്റിന്റെ ബ്ലഡ് വെസൽസിൽ ക്ലംബ് ചെയ്യും, ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പൊ മിസ്മാച്ചിങ് ഗ്രൂപ്പ് തമ്മിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയാൽ കൊടുക്കുന്ന ആളിന്റെ ഡോണറിന്റെ ആർ ബി സി വാങ്ങിക്കുന്ന ആളിന്റെ റെസിപ്പിയന്റിന്റെ ബ്ലഡ് വെസൽസിൽ ക്ലംബ് ചെയ്യും. അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പ്രോസസ്സിന്റെ പേര് ഇതാണ്, നല്ല ചോദ്യത്തിലാണ്. അതിന്റെ പേര് അഗ്ലൂട്ടിനേഷൻ എന്നാണ്. അതാണ് ചോദ്യം. വാട്ട് ഈസ് അഗ്ലൂട്ടിനേഷൻ? അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് അഗ്ലൂട്ടിനേഷൻ? ട്രാൻസ്ഫറൻസ് ഓഫ് മിസ്മാച്ചിങ് ബ്ലഡ് കോസസ് clumping of donors RBC in the blood vessels of the recipient. എന്നുവെച്ചാൽ ചേരാത്ത ഗ്രൂപ്പുകൾ തമ്മിൽ, പൊരുത്തപ്പെടാത്ത ഗ്രൂപ്പുകൾ തമ്മിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയാൽ കൊടുക്കുന്ന ബ്ലഡിലുള്ള ആർ ബി സി വേടിക്കുന്ന ആളിന്റെ ബ്ലഡ് വെസൽസിൽ ക്ലംബ് ചെയ്യും, ഒന്നിനോട് ഒട്ടിപ്പിടിക്കും, വേടിക്കുന്ന ആൾ മരിച്ചു പോകും. ആ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേര് അഗ്ലൂട്ടിനേഷൻ എന്നാണ്. നല്ല ചോദ്യമാണ്. വാട്ട് ഈസ് അഗ്ലൂട്ടിനേഷൻ? ട്രാൻസ്ഫറൻസ് ഓഫ് മിസ്മാച്ചിങ് ബ്ലഡ് കോസസ് clumping of donors RBC in the blood vessels of the recipient. കൊടുക്കുന്ന ബ്ലഡിലുള്ള ആർ ബി സി വേടിക്കുന്ന ആളിന്റെ ബ്ലഡ് വെസൽസിലൂടെ ക്ലംബ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് അഗ്ലൂട്ടിനേഷൻ. ഇതിന്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ അഗ്ലൂട്ടിനേഷൻ? അപ്പൊ അതിനുള്ള കാരണം എന്താണ്? ആ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ആണ് അഗ്ലൂട്ടിനേഷന് കാരണം. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനില് ഏത് ആന്റിജൻ ഏത് ആന്റിബോഡി. ഇപ്പൊ എ ഗ്രൂപ്പ് ബ്ലഡില് ബി ഗ്രൂപ്പ് കൊടുത്താല് ഈ ബി ആന്റിജനും ബി ആന്റിബോഡിയും തമ്മിലാണ് കെമിക്കൽ റിയാക്ഷൻ. അതായത് ഡോണർ ആന്റിജൻ റെസിപ്പിയന്റ് ആന്റിബോഡി. അതുകൊണ്ടാണ് ഒ ഗ്രൂപ്പ് ബ്ലഡ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം ഒ ഗ്രൂപ്പ് ബ്ലഡിന് ആന്റിജൻ ഇല്ല. കൊടുക്കുന്ന ബ്ലഡിലുള്ള ആന്റിജൻ വേടിക്കുന്ന ആളിന്റെ ബ്ലഡ് വെസൽസിൽ ക്ലംബ് ചെയ്യും, വേടിക്കുന്ന ആളിന്റെ ആന്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യും. കൊടുക്കുന്ന ബ്ലഡിലുള്ള ഡോണറിന്റെ ആന്റിജൻ റെസിപ്പിയന്റിന്റെ ആന്റിബോഡിയും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് റെസിപ്പിയന്റിന്റെ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ക്ലോട്ട് ആകും. ഈ ക്ലോട്ട് ആകുന്ന പ്രോസസ്സിന്റെ പേരാണ് അഗ്ലൂട്ടിനേഷൻ. നല്ല ഭംഗിയായിട്ട് പഠിച്ചുകൊള്ളുക. വാട്ട് ഈസ് അഗ്ലൂട്ടിനേഷൻ എന്ന് ചോദിക്കാം. അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറൻസ് ഓഫ് മിസ്മാച്ചിങ് ബ്ലഡ് കോസസ് clumping of donors RBC in the blood vessels of the recipient is called agglutination. ഇനി അവിടെ ചോദിക്കുന്ന ചോദ്യം what is the reason for agglutination? That is antigen antibody reaction. ഏത് ആന്റിജൻ? ഡോണർ ആന്റിജൻ റെസിപ്പിയന്റ് ആന്റിബോഡി. അതിന് പേരൊക്കെ ഉണ്ട്. അതിന് കാരണമാകുന്ന ആന്റിജനെ അഗ്ലൂട്ടിനോജൻ എന്ന് പറയും, ആന്റിബോഡി അഗ്ലൂട്ടിനൈൻ എന്ന് പറയും. അഗ്ലൂട്ടിനോജൻ എന്ന ആന്റിജനും അഗ്ലൂട്ടിനൈൻ എന്ന് പറഞ്ഞ ആന്റിബോഡിയും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ബ്ലഡുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കുറെ ചോദ്യത്തരങ്ങളിൽ കുറെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടത്. ആദ്യം നമ്മൾ ബ്ലഡിന്റെ രണ്ട് പാർട്ട് കണ്ടു. ഒന്ന് പ്ലാസ്മയാണ്, ഒന്ന് ബ്ലഡ് സെൽസ് ആണ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പാർട്ടാണ്. അതിന്റെ പ്രത്യേകത അതിൽ പെയിൽ യെല്ലോയിഷ് കളറാണ്. അതിൽ 92% വാട്ടറാണ്. ബാക്കിയുള്ളത് പ്രോട്ടീൻസ് ആണ്, പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടതാണ്. പിന്നെ ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് എർത്രോസൈറ്റ് അല്ലെങ്കിൽ ആർ ബി സി, ലൂക്കോസൈറ്റ് അല്ലെങ്കിൽ WBC, ത്രോംബോസൈറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ്. അത് അടുത്ത സെക്ഷൻ. പിന്നെ നമ്മൾ BP കണ്ടു. വാട്ട് ഈസ് BP? The fluid blood exerted a pressure on the walls of the blood vessels is called BP. നോർമൽ BP എന്ന് പറയുന്നത് 80 to 120 millimeters of mercury ആണ്. അതിൽ 120 എന്ന് പറയുന്നത് 80 ഡയസ്റ്റോളിക് പ്രഷർ ആണ്. ഇത് അളക്കാനുള്ള ഇൻസ്ട്രുമെന്റിന്റെ പേര് സ്പിഗ്മോ മാനോമീറ്റർ. പിന്നെ കണ്ടത് ബ്ലഡ് ഗ്രൂപ്പ് സമ്മേളനം. നമ്മുടെ മേജർ ബ്ലഡ് ഗ്രൂപ്പ്, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് എ ബി, ഗ്രൂപ്പ് ഒ. ഹു ഡിസ്കവർഡ് ദ മേജർ ബ്ലഡ് ഗ്രൂപ്പ് സമ്മേൻ? കാൾ ലാൻഡ്സ്റ്റൈനർ. പിന്നെ എടുത്തു ചോദിച്ചാൽ ഹു വേർ ദ സയന്റിസ്റ്റ് ഡിസ്കവേർഡ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ? ഡി കാസ്റ്റലോ ആൻഡ് സ്റ്റെയിൻ. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എൻട്രൻസിനൊക്കെ മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് കാൾ ലാൻഡ്സ്റ്റൈനറിന്റെ പേര് നല്ല ഭംഗിയായിട്ട് പഠിച്ചുകൊള്ളുക. അതൊരു പ്രത്യേകതയാണ്.
പിന്നെ നമ്മൾ കണ്ടത് ഇതില് യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് വിളിക്കുന്നത് AB ബ്ലഡ് ഗ്രൂപ്പുകാരെയാണ്. അതായത് എല്ലാ ഗ്രൂപ്പും സ്വീകരിക്കാൻ പറ്റും, അതുകൊണ്ട് യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ്. O ഗ്രൂപ്പുകാർക്ക് എല്ലാ ഗ്രൂപ്പിനും കൊടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് വിളിക്കുന്ന പേര് യൂണിവേഴ്സൽ ഡോണേഴ്സ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അഗ്ലൂട്ടിനേഷൻ. വാട്ട് ഈസ് അഗ്ലൂട്ടിനേഷൻ? Transference of mismatching blood causes clumping of donors RBC in the blood vessels of the recipient. അതായത് നമ്മൾ പൊരുത്തപ്പെടാത്ത ഗ്രൂപ്പുകൾ തമ്മിൽ രക്തനിവേശം നടത്തിയാൽ കൊടുക്കുന്ന ബ്ലഡിലുള്ള RBC വേടിക്കുന്ന ആളിന്റെ ബ്ലഡ് വെസൽസിൽ ക്ലംപാകും, ഒന്നിനോട് ഒട്ടിപ്പിടിക്കും, അത് കട്ടിപിടിക്കും. അതിനെ വിളിക്കുന്ന പേര് അഗ്ലൂട്ടിനേഷൻ. അതിന്റെ റീസൺ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. അത് ഡോണർ ആന്റിജൻ, റെസിപ്പിയന്റ് ആന്റിജൻ. നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ അതുപോലെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കണ്ടത് കളക്റ്റീവ് ടിഷ്യൂവിന്റെ ഒരു എക്സാമ്പിൾ കണ്ടു. ബ്ലഡിന്റെ രണ്ട് പാർട്ട് കണ്ടു. പ്ലാസ്മ ഒരു പാർട്ടിന്റെ പേര് ബ്ലഡ് സെൽസ്. അതിൽ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പാർട്ടാണ്. സോളിഡ് പാർട്ടിന്റെ പേര് ബ്ലഡ് സെൽസ് എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, വിച്ച് ആർ ദ ബ്ലഡ് സെൽസ് ആണ്? അത് സോളിഡ് പാർട്ട്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളായിട്ട് വരും. രണ്ട് പേരുണ്ട് ഓരോന്നിനും. ഒന്നിനെ വിളിക്കുന്ന പേര് എർത്തോസൈറ്റ്സ് അല്ലെങ്കിൽ RBC, ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ RBC. രണ്ടാമത്തേനെ വിളിക്കുന്ന പേര് ലൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ WBC, വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, അതാണ് WBC. മൂന്നാമത്തേനെ വിളിക്കുന്നത് ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ പേര് പ്ലേറ്റ്ലെറ്റ്സ്. ഇങ്ങനെ മൂന്ന് തരം ബ്ലഡ് സെൽസ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് സെൽസ് ഓഫ് മാൻ, നമ്മുടെ രക്തത്തിൽ കാണുന്ന സെല്ലുകൾ, സോളിഡ് പാർട്ടായിട്ട് വരുന്ന സെല്ലുകൾ ഏതൊക്കെയാണ്? എർത്രോസൈറ്റ് അല്ലെങ്കിൽ RBC, ലൂക്കോസൈറ്റ് അല്ലെങ്കിൽ WBC, ത്രോംബോസൈറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ്. ദീസ് ആർ ദ ബ്ലഡ് സെൽസ് ഓഫ് മാൻ, നമ്മുടെ ബ്ലഡിൽ. അപ്പൊ ബ്ലഡിന്റെ രണ്ട് പാർട്ട്, ലിക്വിഡ് പാർട്ടിനെ വിളിക്കുന്ന പേര് പ്ലാസ്മ, പെയിൽ യെല്ലോയിഷ് കളറാണ്. അതിന്റെ പ്രധാന ഭാഗം വാട്ടർ ആണ്. പിന്നെ കാണുന്നത് പ്രോട്ടീൻസ് ആണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. പ്രോട്ടീൻസ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമുള്ളത് പ്രോട്ടീൻസ് ആണ്. അത് പ്ലാസ്മ പ്രോട്ടീൻസ്. അതിന്റെ പേരുകളും അതിന്റെ ഫംഗ്ഷൻസും ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലവും കണ്ടുപിടിച്ചതാണ്. പിന്നെ ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസിന്റെ പേരുകൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. RBCയുടെ വേറെ പേര് എർത്രോസൈറ്റ്, WBCയുടെ വേറെ പേര് ലൂക്കോസൈറ്റ്സ്, ഇനി പ്ലേറ്റ്ലെറ്റ്സിന്റെ വേറെ പേര് ത്രോംബോസൈറ്റ്സ്. ഇനി നമ്മൾ നേരത്തെ ഒഴിവാക്കി പോയ ഒരു കാര്യമാണ് BP. ആൽബുമിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ബ്ലഡ് വോളിയം കൺട്രോൾ ചെയ്യുക, BP കൺട്രോൾ ചെയ്യുക. BP എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഇതാണ്, ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം. വാട്ട് ഈസ് ബ്ലഡ് പ്രഷർ? ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ഈ ബ്ലഡ് വെസലിലേക്കാണ് ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്ത് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന ബ്ലഡ് ഈ ബ്ലഡ് വെസലിന്റെ വാളില്, അതിന്റെ ഫിറ്റിയില് ഒരു ബലം പ്രയോഗിക്കും. ആ പ്രയോഗിക്കുന്ന ബലമാണ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എങ്ങനെയാണ്? ദ ഫ്ലൂയിഡ് ബ്ലഡ് exerted a pressure. Fluid blood exerted a pressure on the walls of the blood vessels. Blood vessel in the wall രക്തക്കുഴലിന്റെ ഭിത്തിയില് ഫ്ലൂയിഡ് ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, രക്തക്കുഴലിന്റെ ഭിത്തിയിൽ പ്രയോഗിക്കുന്ന ബലം, അതിനെയാണ് നമ്മൾ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതാണ് ചോദ്യം. വാട്ട് ഈസ് BP? The fluid blood exerted a pressure on the walls of the blood vessels is called BP. ഇനി അവിടെ ചോദിക്കുന്നത് നോർമൽ BP ഓഫ് മാൻ. മനുഷ്യന്റെ നോർമൽ BP എത്രയാ? ഇത്രയുമാണ്, 80 to 120 millimeters of mercury. അത് വായിക്കുന്നത് എങ്ങനെയാണ്? 80-120 millimeter of mercury. 80-120 millimeter of mercury. അതില് 80-120 ഒരാളിന്റെ തന്നെ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, ചുരുങ്ങുന്ന സമയത്താണ് മാക്സിമം BP. ചുരുങ്ങുക എന്നുള്ളതിന് ബയോളജിയിൽ നമ്മൾ പറയുന്ന പേര് സിസ്റ്റോൾ എന്നാണ്. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഫേസ് ഓഫ് കൺട്രാക്ഷൻ. അപ്പൊ ചുരുങ്ങുമ്പോൾ ഉള്ള പ്രഷർ അതിനെ വിളിക്കുന്ന പേര് സിസ്റ്റോളിക് പ്രഷർ. ഏറ്റവും കൂടിയ പ്രഷറാണ് അത് മറ്റ് 120 millimeters of mercury. അപ്പൊ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ മാക്സിമം BP ആണ്, അതിനെ വിളിക്കുന്ന പേര് സിസ്റ്റോളിക് പ്രഷർ. അത് 120 millimeter mercury ആണ്. അത് കഴിഞ്ഞ് ഹാർട്ട് റിലാക്സ് ചെയ്യും. ഫേസ് ഓഫ് റിലാക്സേഷൻ വിളിക്കുന്ന പേര് ഡയസ്റ്റോൾ. അതുകൊണ്ട് ഡയസ്റ്റോളിക് പ്രഷർ 80 millimeters of mercury.
80 മില്ലിമീറ്റർ മെർക്കുറി. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. സിസ്റ്റോളിക് പ്രഷർ 120, ഡയസ്റ്റോളിക് പ്രഷർ 80. ഹൃദയം ചുരുങ്ങുമ്പോൾ 120, വികസിക്കുമ്പോൾ 80. അതുകൊണ്ടാണ് ഒരാളിന്റെ BP 80 to 120 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി എന്ന് പറയുന്നത്. ഇത് അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ BP. നമ്മുടെ BP അളക്കാനുള്ള ഇൻസ്ട്രുമെന്റിന്റെ പേര് ഇതാണ്. ഇതിന്റെ പേര് സ്പിഗ്മോമാനോമീറ്റർ. സ്പിഗ്മോമാനോമീറ്റർ. ഈ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മുടെ BP അളക്കുന്നത്. The instrument used to measure the BP of man and the സ്പിഗ്മോമാനോമീറ്റർ. ഇത് നോർമൽ ലെവലിൽ 80-120 ആണെങ്കിലും ചിലർക്ക് ഇത് കൂടി വരും. സാധാരണ നിലയിൽ നിന്ന് കൂടി വന്നാല് ആ അവസ്ഥ അത് ഡിസീസ് കണ്ടീഷനാണ്. അതിനെ വിളിക്കുന്ന പേര് ഹൈപ്പർ ടെൻഷൻ. What is hypertension? The increased state of BP. BP സാധാരണ നിലയിൽ നിന്നും കൂടി വരുന്ന അവസ്ഥ. The increased state of BP in man is called hypertension. ഇനി അത് കുറഞ്ഞു വരും. 80-120 എന്ന് പറഞ്ഞ ലെവലിനേക്കാളും കുറഞ്ഞു വരുന്ന അവസ്ഥയെ വിളിക്കുന്ന പേര് ഹൈപ്പോടെൻഷൻ. അത് പറയുന്നത് the decreased state of BP. കൂടി വരുന്ന അവസ്ഥയെ വിളിക്കുന്ന പേര് ഹൈപ്പോടെൻഷൻ, കുറഞ്ഞു വരുന്നത് ഹൈപ്പോടെൻഷൻ. അപ്പൊ BP കുറിച്ച് ഇത്രയും നമ്മൾ പറയുന്നത്. What is BP? The fluid blood exerted a pressure on the walls of the blood vessels is called BP. Normal BP of man 80 to 120 millimeters of mercury. അതിൽ സിസ്റ്റോളിക് പ്രഷർ 120 millimeters of mercury, ഡയസ്റ്റോളിക് പ്രഷർ 80 millimeters of mercury. ഇൻസ്ട്രുമെന്റ് അതിന് അളക്കാനുള്ള ഇൻസ്ട്രുമെന്റിന്റെ പേര് സ്പിഗ്മോമാനോമീറ്റർ. നോർമൽ ലെവലിനേക്കാളും BP കൂടി വരുന്നത് ഹൈപ്പർടെൻഷൻ, നോർമൽ ലെവലിനേക്കാളും BP കുറഞ്ഞു വന്നാൽ ഹൈപ്പോടെൻഷൻ. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങൾ സെല്ല് കണ്ടു, ടിഷ്യൂ കണ്ടു, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം. അതാണ് ഇതിന്റെ ഓർഡർ. അതുകൊണ്ട് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് സെൽ. പിന്നെ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിംഗ് എ കോമൺ ഫങ്ഷൻ. നമ്മുടെ ബോഡിയിൽ 4 തരം ടിഷ്യൂ: എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. അതിൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ദ ടിഷ്യൂ വിച്ച് കണക്ട്സ് ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടുഗദർ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ചേർത്ത് പ്രവർത്തിപ്പിക്കുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. അതിലൊരു എക്സാമ്പിൾ കണ്ടത് ബ്ലഡ് ആണ്. ബ്ലഡിന് 2 പാർട്ട്. ലിക്വിഡ് പാർട്ടിന് നമ്മൾ പ്ലാസ്മ എന്ന് പറയും, സോളിഡ് പാർട്ടിന് ബ്ലഡ് സെൽസ് എന്ന് പറയും. ബ്ലഡ് സെൽസിന്റെ പേര് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ കണ്ടത് BP ആണ്. What is BP? The fluid blood exerted a pressure on the walls of the blood vessels. അത് നോർമൽ 80 to 120 ആണ്. ആ ലെവല് കൂടിയാൽ ഹൈപ്പർടെൻഷൻ, ലെവല് കുറഞ്ഞാൽ ഹൈപ്പോടെൻഷൻ. ഇത് അളക്കാനുള്ള ഇൻസ്ട്രുമെന്റിന്റെ പേര് സ്പിഗ്മോമാനോമീറ്റർ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനിയാണ് നമ്മൾ ശരിക്കും പോർഷൻ കൂട്ടുകാരനെ. ബ്ലഡിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങളിലേക്ക് പോവാണ്. ബ്ലഡ് സെൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. അപ്പൊ അതൊന്ന് കുറെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ബ്ലഡ് സെൽസ് ആദ്യം പഠിക്കണം. ഏതൊക്കെയാ ബ്ലഡ് സെൽസ്? RBC, അതായത് എറിത്രോസൈറ്റ് അല്ലെങ്കിൽ RBC. പിന്നെ അത് കഴിഞ്ഞാൽ ലൂക്കോസൈറ്റ് അല്ലെങ്കിൽ WBC, പിന്നെ ത്രോംബോസൈറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ നമുക്ക് ആദ്യം RBCയെ കുറിച്ച് തന്നെ പഠിക്കാം. RBC അതായത് റെഡ് ബ്ലഡ് കോർപ്പസ്കൽസ് അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ്. അപ്പൊ മോസ്റ്റ് ന്യൂമറസ് ബ്ലഡ് സെൽസ് RBCയുടെ പ്രത്യേകത ഏതാണ്? നമ്മുടെ ബ്ലഡില് ഏറ്റവും കൂടുതൽ കാണുന്ന ബ്ലഡ് സെൽസ് ആണ് RBC. അതിന്റെ ഏകദേശ കോൺസെൻട്രേഷൻ, ഏകദേശ അളവ് എന്ന് പറയുന്നത് 4.5 to 5.5 മില്യൺസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ്. അതായത് ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിൽ, ഒരു ക്യൂബിക് മില്ലിമീറ്ററിൽ 4.5 തൊട്ട് 5.5 മില്യൺ. 1 മില്യൺ 10 ലക്ഷമാണ്. അപ്പൊ 45 ലക്ഷം മുതൽ 55 ലക്ഷം വരെ കാണും ഒരു ക്യൂബിക് മില്ലിമീറ്ററിൽ. ഒരു ഘന മില്ലിമീറ്ററിൽ 45 ലക്ഷം മുതൽ 55 ലക്ഷം വരെ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ബ്ലഡ് സെൽസിന്റെ പേരാണ് RBC. അപ്പൊ RBCയുടെ പ്രത്യേകത മോസ്റ്റ് ന്യൂമറസ് ബ്ലഡ് സെൽസ് ഇൻ മാൻ. ഇറ്റ് ഈസ് അബൌട്ട് 4.5 to 5.5 മില്യൺസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ്. അടുത്ത പ്രത്യേകത ദേ ആർ സ്മാൾ, ചെറുതാണ്. ഡിസ്ക് ആകൃതിയാണ്. ബൈകോൺകേവ്. അത് ബൈകോൺകേവ് എന്ന് പറയുന്നത് ഡിസ്ക് ലൈക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതൊന്ന് ചരിച്ചു നോക്കിയാൽ 2 സൈഡും മധ്യഭാഗം ഇങ്ങനെ അകത്തോട്ട് കുഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ബൈകോൺകേവ് എന്ന് പറയുന്നത്. ആൻഡ്
നോൺ ന്യൂക്ലിയേറ്റഡ് സെൽസ്. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകൾക്ക് നമ്മൾ ബയോളജിയിൽ ഒരു പേര് പറയും പ്രോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോ, യൂകാരിയോ. പ്രോകാരിയോ എന്ന് പറഞ്ഞാൽ സെൽ വിതൗട്ട് ന്യൂക്ലിയസ്, യൂകാരിയോ എന്ന് പറഞ്ഞാൽ സെൽ വിത്ത് ന്യൂക്ലിയസ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പേരുണ്ട്. ആ വാക്കിതാണ് കാരിയോളജി എന്നാണ്. ആ ഓളജി എന്ന് പറയുന്നത് ബയോളജിയാണ്. കാരിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ന്യൂക്ലിയസ് എന്നാണ്. ന്യൂക്ലിയസിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച്, ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ന്യൂക്ലിയസ്. അതാണ് കാരിയോളജി. അതുകൊണ്ടാണ് നോൺ ന്യൂക്ലിയേറ്റഡ് സെൽസിനെ പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ RBCയുടെ പ്രത്യേകത സ്മാൾ ആണ്, ഡിസ്ക് ലൈക്ക് ആണ്, ബൈകോൺകേവ് ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞേ മോസ്റ്റ് ന്യൂമറസ് ബ്ലഡ് സെൽസ് ഇൻ മാൻ. It is about 4.5 to 5.5 millions per cubic millimeter of blood. They are small, disc-like, biconcave and non-nucleated cells. They are mainly formed from the bone marrow. ഇത് പ്രധാനമായിട്ടും നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ നിന്നാണ്, ബോൺ മാരോയിൽ നിന്നാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. ആവറേജ് ലൈഫ് സ്പാൻ, ഇതിന്റെ ഈ പരമാവധി ആയുസ്, ഇതിന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 70 to 120 days. അപ്പൊ ഒരു RBC ഉണ്ടായി കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡിൽ അത് ജീവിക്കുന്നത് 70 മുതൽ 120 ദിവസമാണ്. അപ്പൊ അതിന്റെ പരമാവധി ആയുസ് 120 days ആണ്. അത് കഴിഞ്ഞാൽ ഇറ്റ് അണ്ടർഗോസ് ഡിസ്ട്രക്ഷൻ ഇൻ ദ സ്പ്ലീൻ. അത് കഴിഞ്ഞാൽ സ്പ്ലീനിൽ വെച്ച് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. സ്പ്ലീനിന്റെ പ്രത്യേകത ലാർജസ്റ്റ് ലിംബ് ഗ്ലാൻഡ് ഓഫ് ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംബ് ഗ്രന്ഥിയാണ് സ്പ്ലീന്. അവിടെ വെച്ചത് നശിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നിരിക്കുക RBC പറ്റി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ ഒന്ന് ശ്രദ്ധിച്ചേ. RBC എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ന്യൂമറസ് ബ്ലഡ് സെൽസ് ആണ്. അതിന്റെ നോർമൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 4.5 to 5.5 മില്യൺസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ് ആണ്. അടുത്ത പ്രത്യേകത സ്മാൾ ആണ്, ഡിസ്ക് ലൈക്ക് ആണ്, ബൈകോൺകേവ് ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. അടുത്ത പ്രത്യേകത they are formed from the bone marrow. അസ്ഥിമജ്ജയിൽ നിന്ന് നിർമ്മിക്കുന്നു. ആവറേജ് ലൈഫ് സ്പാൻ 70 to 120 days ആണ്. ഇറ്റ് അണ്ടർഗോസ് ഡിസ്ട്രക്ഷൻ ഇൻ ദ സ്പ്ലീൻ. അത് കഴിഞ്ഞാൽ കരളിൽ വെച്ച് നശിക്കപ്പെടും. ഇനി നമ്മൾ ബാക്കി കാര്യത്തിലേക്ക് വരാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താ അത് പറയണമെങ്കിൽ RBCക്ക് ന്യൂക്ലിയസ് ഇല്ല. കാരണം മാമൽസിന്റെ RBC നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. അവിടെ നിന്നൊരു വ്യത്യാസമുണ്ട്. ന്യൂക്ലിയേറ്റഡ് RBC ഉള്ള ഒരു മാമൽ ഉണ്ട്. മാമലിന്റെ ന്യൂക്ലിയേറ്റഡ് RBC അതിന്റെ പേരിലാണ് ക്യാമൽ. ന്യൂക്ലിയേറ്റഡ് RBC ഉള്ള ഒരു മാമൽ ലോകത്തുണ്ട്, അത് ക്യാമലാണ്. ബാക്കി മാമൽസിൽ മിക്കവാറും ഉള്ളതിനൊന്നും RBC നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പൊ നോൺ ന്യൂക്ലിയേറ്റഡ് ആയതുകൊണ്ട് ഒരു സെല്ലിന് ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ അതിന് അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് RBC എന്ന് ചോദിച്ചാൽ there is no function എന്ന് നമുക്ക് പറയാൻ പറ്റും ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അതിനകത്ത് ഇതൊരു RBC ആണെങ്കിൽ ആ RBCയുടെ അകത്ത് ഒരു റെഡ് കളറിംഗ് പിഗ്മെന്റ് ഉണ്ട്. ഈച്ച് RBC has a red coloring pigment. അതിനെ വിളിക്കുന്ന പേര് അത് ഇങ്ങനെ എഴുതാം, ഹീമോഗ്ലോബിൻ ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ HAE അങ്ങനെയാണെങ്കിൽ എഴുതാം. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. അത് ചുരുക്കിയിട്ട് HB എന്ന് എഴുതാം. വലിയ H ചെറിയ E എഴുതിയാൽ HB എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഇൻസൈഡ് ഈച്ച് RBC there is a red coloring pigment called hemoglobin. ഓരോ RBCയുടെ അകത്തും ചുവപ്പ് നിറം കൊടുക്കുന്ന ഒരു വർണ്ണവസ്തുണ്ട്, അതിന്റെ പേര് ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിന്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ജോലി ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഹീമോഗ്ലോബിന്റെ പണിയാണ് RBCയുടെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് RBC എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ശരിക്കും അതാരുടെ ജോലിയാണ്? RBCയുടെ അകത്ത് കാണുന്ന ഹീമോഗ്ലോബിന്റെ പണിയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു RBC പറ്റിയിട്ട്? മോസ്റ്റ് ന്യൂമറസ് ബ്ലഡ് സെൽസ് ഉണ്ട്. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ബ്ലഡ് സെൽസിന്റെ പേരാണ് RBC. It is about 4.5 to 5.5 millions per cubic millimeter of blood. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ they are small, disc-like, biconcave and non-nucleated cells. അടുത്ത പ്രത്യേകത they are formed from the bone marrow. Average life span 70 to 120 days. It undergoes a destruction in the spleen. The inside each RBC there is a red coloring pigment called hemoglobin. The most important function is oxygen transport. അപ്പൊ ഹീമോഗ്ലോബിന്റെ ജോലിയാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. അവിടെ ജോലികളുണ്ട്. നോർമൽ കോൺസെൻട്രേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ മാൻ.
നമ്മുടെ ബ്ലഡിൽ സാധാരണ കാണുന്ന ഹീമോഗ്ലോബിന്റെ അളവ് ചോദിച്ചാൽ ആവറേജ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 14.5 ഗ്രാം 14.5 grams per 100 ml of blood. 100 ml ബ്ലഡിൽ 14.5 അതിലൊക്കെ കൂടുതലാണ് 15.7 ഗ്രാം വരെ വരുന്നുണ്ട്. അപ്പൊ ആവറേജ് വന്നിട്ട് 14.5 ഗ്രാം ആണ്. ഇത് നോർമൽ. ഇയാളാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ടർ. എന്നാൽ 12 വരെ 100 ml ബ്ലഡിൽ 12 ഗ്രാം വരെ നോർമൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് കുറഞ്ഞു വന്നാൽ 12ലും കുറഞ്ഞു വന്നാൽ അത് ഡിസീസ്ഡ് കണ്ടീഷനാണ്, രോഗാവസ്ഥയാണ്. അപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് സാധാരണ നിലയിൽ നിന്നും കുറഞ്ഞു വരുന്നത് രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥയ്ക്ക് ഒരു പേര് പറയും. അതിനെ വിളിക്കുന്ന പേരാണ് അനീമിയ. അവന് ചോദിക്കാം, വാട്ട് ഈസ് അനീമിയ? A diseased condition in which the concentration of hemoglobin falls below normal. ഹീമോഗ്ലോബിന്റെ അളവ് സാധാരണ നിലയിൽ നിന്നും കുറഞ്ഞു വരുന്ന രോഗാവസ്ഥ. അപ്പോൾ ബ്ലഡിൽ 14.5 ഗ്രാം 100 ml ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ സാധാരണ അളവ് അത് 12 ഗ്രാം ആയാലും കുഴപ്പമില്ല, അവിടെ വരെ നോർമലായിട്ട് കണക്കാക്കുന്നു. 12ൽ കുറഞ്ഞ് 11, 10, 9, 8 ഇതൊക്കെ അനീമിക്കാം. ഇങ്ങനെ കുറഞ്ഞു വന്നാൽ 100 ml ബ്ലഡിൽ 4 ഗ്രാം ആകുന്നത് വരെ ഒരാൾക്ക് ജീവനുണ്ടാവും. അപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്ന് മുറിവുണ്ടായി ബ്ലഡ് ലോസ് ആയാൽ ഒരാൾ മരിച്ചു. അതിന് കാരണം നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു 4 ഗ്രാം ആകും. 100 ml ബ്ലഡിൽ 4 ഗ്രാം ആകുന്നത് വരെ ജീവൻ ഉണ്ടാകും. അത് കഴിഞ്ഞ് മരിച്ചു. അപ്പൊ ഇത് കുറഞ്ഞു വരുന്ന നോർമൽ ലെവലിനേക്കാളും കുറഞ്ഞു വരുന്ന രോഗാവസ്ഥയുടെ പേരാണ് അനീമിയ. What is anemia? Diseased condition in which the concentration of hemoglobin falls below normal. അപ്പൊ ബ്ലഡിൽ 3 തരം ബ്ലഡ് സെൽസ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. RBC ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ബ്ലഡ് സെൽസ് ആണ്. അതിനകത്താണ് റെഡ് കളർ പിഗ്മെന്റ് ആയ ഹീമോഗ്ലോബിൻ കാണുന്നത്. അതുകൊണ്ട് RBCയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ്. ഹീമോഗ്ലോബിന്റെ സാധാരണ അളവിൽ നിന്ന് അത് കുറഞ്ഞു വന്നാൽ അത് രോഗാവസ്ഥയാണ്. അതിന്റെ പേര് അനീമിയ. അപ്പൊ ഒരു ബ്ലഡ് സെല്ല് നമ്മൾ കംപ്ലീറ്റ് ആണ്. നമ്മൾ അടുത്തേ RBCയെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് അടുത്ത സെല്ലാണ്. അതിന്റെ പേര് ഇതാണ് ലൂക്കോസൈറ്റ്സ് എന്നൊരു പേര്. ലൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ WBC. RBCയുടെ പ്രത്യേകതകൾ പഠിച്ച സ്ഥിതിക്ക് WBCയുടെ പ്രത്യേകതകൾ അതിൽ നിന്നും നേരെ വിപരീതമാണ്. ആ കാര്യങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ WBCയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് WBCയുടെ പ്രത്യേകത? RBC മോസ്റ്റ് ന്യൂമറസ് ആണെങ്കിൽ WBC വന്നിട്ട് ലെസ് ന്യൂമറസ് ആണ്. എന്ന് പറഞ്ഞാൽ ബ്ലഡില് ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ബ്ലഡ് സെൽസ് ആണ് WBC. അപ്പൊ ലെസ് ന്യൂമറസ് ബ്ലഡ് സെൽസ് എന്നാൽ WBC. RBCയുടെ എണ്ണം 4.5 to 5.5 മില്യൺസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണെങ്കിൽ ഇവിടെ അത് വന്നിട്ട് 4000 to 11,000 പെർ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ്. അവിടെ ലക്ഷങ്ങൾ കാണുമ്പോൾ ഇവിടെ ആയിരങ്ങളാണ്. അപ്പൊ ലെസ് ന്യൂമറസ് ബ്ലഡ് സെൽസ് ഇൻ മാൻ WBC. അതിന്റെ നോർമൽ കോൺസെൻട്രേഷൻ 4000 to 11,000 പെർ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ്. ഇനി ചില ആളുകളിൽ 4000-നെക്കാളും കുറഞ്ഞു വരും. അത് WBCയുടെ കോൺസെൻട്രേഷൻ 4000-നെക്കാളും കുറഞ്ഞു വന്നാൽ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരിലാണ് ലൂക്കോപീനിയ. ലൂ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ലൂക്കോസൈറ്റിന്റെ ലൂ ആണ്. വാട്ട് ഈസ് ലൂക്കോപീനിയ? Normal concentration of WBC in man is 4000 to 11,000 per cubic millimeter blood. If the concentration is below 4000, the condition is called leukopenia. 4000 കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് leukopenia. If it is above 11,000, 11,000-ൽ കൂടി വന്നാൽ അതിന് പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ലൂക്കോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. അവിടെ ലുക്കോപീനിയയും ലൂക്കോസൈറ്റോസിസും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. What is the difference between leukopenia and leukocytosis? The normal concentration of WBC in man is 4,000 to 11,000 per cubic millimeter blood. If the concentration is below 4,000, the condition is called leukopenia. If it is above 11,000, the condition is leukocytosis. 4000 11,000 ആണ് നോർമൽ കോൺസെൻട്രേഷൻ. 4000-ൽ കുറഞ്ഞു വരുന്ന അവസ്ഥയ്ക്ക് ലൂക്കോപീനിയ എന്നും 11,000-ൽ കൂടി വരുന്ന അവസ്ഥയ്ക്ക് ലൂക്കോസൈറ്റോസിസ് എന്ന് പറയും. എന്നാൽ ഇവിടെ നിന്ന് മറ്റൊരു ചോദ്യം പഠിക്കാം.
ചില ആളുകളിൽ ആയിരങ്ങളൊന്നുമല്ല, കോടികൾ കൂടുക. എ ട്രെമൻഡസ് ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസൈഡ്സ്. ബ്ലഡിൽ ഗ്ലൂക്കോസൈഡ്സിന്റെ നമ്പർ ക്രമാതീതമായി വർദ്ധിച്ചു. അതിന്റെ എണ്ണം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥയ്ക്ക് നമ്മൾ രണ്ടു പേര് പറയും. ഒന്നെങ്കിൽ ലുക്കീമിയ എന്ന് പറയും, അതല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബ്ലഡ് ക്യാൻസർ. ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ. വാട്ട് ഈസ് ലുക്കീമിയ ഓർ ബ്ലഡ് ക്യാൻസർ? എ ട്രെമൻഡസ് ഓവർ പ്രൊഡക്ഷൻ ഓഫ് leukocytes in the blood is a diseased condition called leukemia or blood cancer. രക്തത്തില് ശ്വേതരക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗാവസ്ഥ. അത് എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും റീസൺ എന്നോണാണ്, നമുക്കറിയില്ല എന്താ അതിന്റെ കാരണമെന്ന്. പക്ഷെ വർദ്ധിച്ചാൽ അത് രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥ ലക്ഷങ്ങൾ കോടികൾ വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ആ രോഗാവസ്ഥയ്ക്ക് നമ്മൾ ഒന്നുകിൽ ലുക്കീമിയ എന്ന് പറയും, അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് ലുക്കീമിയ? എ ട്രെമൻഡസ് ഓവർ പ്രൊഡക്ഷൻ ഓഫ് ലുക്കോസൈഡ്സ് ഇൻ ദ ബ്ലഡ് ഈസ് എ ഡിസീസ്ഡ് കണ്ടീഷൻ കാൾഡ് ലുക്കീമിയ ഓർ ബ്ലഡ് ക്യാൻസർ. അപ്പോൾ WBCയുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് കണ്ടീഷൻ, അതായത് ലുക്കോപീനിയ, ലുക്കോസൈറ്റോസിസ്, ലുക്കീമിയ, ഈ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചുകൊള്ളുക. അപ്പോൾ WBCയുടെ പ്രത്യേകത എന്താണ്? ലെസ് ന്യൂമറസ് ബ്ലഡ് സെൽസ് ഇൻ മാൻ. ഇറ്റ് ഈസ് അബൌട്ട് 4,000 to 11,000 per cubic millimeter of blood. അടുത്ത പ്രത്യേകത, അതിന്റെ പ്രത്യേകതകൾ, ദേ ആർ ലാർജ്, വലിയ സെല്ലുകളാണ്. അമീബോയിഡ്, അമീബയുടെ ആകൃതിയാണ്. ആൻഡ് ന്യൂക്ലിയേറ്റഡ് സെൽസ്. അപ്പോൾ വലിയ സെല്ലുകളാണ്, അമീബയുടെ ആകൃതിയാണ്, ന്യൂക്ലിയസ് ഉള്ളതാണ്. അപ്പൊ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സെല്ല് ഒരെണ്ണമേ ഉള്ളൂ, അത് വന്നിട്ട് WBC ആണ്. അപ്പൊ ലാർജ് അമീബോയിഡ് ആൻഡ് ന്യൂക്ലിയേറ്റഡ് സെൽസ്. അടുത്ത പ്രത്യേകത, they are formed from the bone marrow and limb glands. അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ബോൺ മാരോയിൽ നിന്നും ലിംബ് ഗ്ലാൻഡ്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. രണ്ട് സ്ഥലത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ബോൺ മാരോയിൽ നിന്നും, അസ്ഥിമജ്ജയിൽ നിന്നും, അതുപോലെ ലിംബ് ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആവറേജ് ലൈഫ് സ്പാൻ ഈസ് 4 to 5 days. ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 4 മുതൽ 5 ദിവസം. ഇനി ഇതിന്റെ ജോലി എന്ന് പറഞ്ഞാൽ, അമീബോയിഡ് സെൽ ആയതുകൊണ്ട് അതിന്റെ ജോലി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ബോഡി ഫ്രം മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുക. അപ്പൊ നമ്മൾ WBCയെ പറ്റി പറഞ്ഞത് ലെസ് ന്യൂമറസ് ബ്ലഡ് സെൽസ് ഓഫ് മാൻ. ഇറ്റ് ഈസ് അബൌട്ട് 4,000 to 11,000 per cubic millimeter of blood. They are large, amoeboid and nucleated cells formed from the bone marrow and the limb glands. Average life span 4 to 5 days. The most important function is protection of the body from microorganisms. അടുത്ത കാര്യത്തിലേക്ക് വരാം. ഈ ലൂക്കോസൈറ്റുകൾ രണ്ട് തരത്തിലുണ്ട്. WBC are 2 types. Namely, ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് എ ഗ്രാനുലോസൈറ്റ്, രണ്ടാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ഗ്രാനുലോസൈറ്റ്സ്. അപ്പൊ എ ഗ്രാനുലോസൈറ്റും ഗ്രാനുലോസൈറ്റ് വ്യത്യാസം നോക്കാം. ഇപ്പൊ ഇങ്ങനെയാണ് അമീബയുടെ അടക്കമുള്ള സെല്ലുകൾ. ന്യൂക്ലിയസ് ഉണ്ട്, ബാക്കിയുള്ളത് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തില് ഗ്രാനുൾസ് ഉള്ളത്, ഗ്രാനുൾസ് എന്ന് പറയുന്ന സ്മാളർ റൗണ്ടഡ് ബോഡീസ് ഉള്ളത് ഗ്രാനുലോസൈറ്റ്, ഇല്ലാത്തത് ഈ ഗ്രാനുലോസൈറ്റ്. അങ്ങനെ രണ്ടെടുത്തിരിക്കുന്നത്. അതില് ഈ ഗ്രാനുലോസൈറ്റിന്റെ എക്സാമ്പിൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്നിന്റെ പേര് ലിംബോസൈറ്റ് എന്ന് പറയുന്നത് ഒന്ന്, അടുത്തത് മോണോസൈറ്റ്. അപ്പൊ എ ഗ്രാനുലോസൈറ്റ്, ലിംബോസൈറ്റ്, മോണോസൈറ്റ്. അതായത് സൈറ്റോപ്ലാസത്തില് ഗ്രാനുൾസ് ഇല്ലാത്ത WBC, ലിംബോസൈറ്റ്, മോണോസൈറ്റ്. ഗ്രാനുലോസൈറ്റുകൾ 3 തരത്തിലുണ്ട്. അതിൽ ഒന്നിന്റെ പേരാണ് ബേസോഫിൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഈസിനോഫിൽസ് എന്ന് പറയുന്ന അടുത്ത ഗ്രൂപ്പ്, ന്യൂട്രോഫിൽസ് എന്ന് പറയുന്ന അടുത്ത ഗ്രൂപ്പ്. അപ്പൊ ഗ്രാനുലോസൈറ്റുകൾ 3 തരത്തില്, ബേസോഫിൽസ്, ഈസിനോഫിൽസ് ആൻഡ് ന്യൂട്രോഫിൽസ്. അപ്പൊ നമ്മൾ പറഞ്ഞ് WBCയെ രണ്ടാക്കി, എ ഗ്രാനുലോസൈറ്റും ഗ്രാനുലോസൈറ്റും. എ ഗ്രാനുലോസൈറ്റിന്റെ എക്സാമ്പിൾ ലിംബോസൈറ്റ്, മോണോസൈറ്റ്. ഗ്രാനുലോസൈറ്റിന്റെ എക്സാമ്പിൾ ബേസോഫിൽസ്, ഈസിനോഫിൽസ്, ന്യൂട്രോഫിൽസ്. അപ്പൊ ഇതുവരെ നമ്മൾ WBCയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? ലെസ് ന്യൂമറസ് ബ്ലഡ് സെൽസ് ഇൻ മാൻ. It is about 4,000 to 11,000 per cubic millimeter of blood. They are large, amoeboid and nucleated cells, mainly formed from the bone marrow and the limb glands. Average life span 4 to 5 days. Most important function, protection of the body from microorganisms. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഗ്രാനുലോസൈറ്റ്, എ ഗ്രാനുലോസൈറ്റ് രണ്ടാക്കി. ലൂക്കോസൈറ്റ്സ് ആണ് 2 types, namely എ ഗ്രാനുലോസൈറ്റ്, ഗ്രാനുലോസൈറ്റ്.
എക്സാമ്പിൾ ലിംബോസൈറ്റ്, മോണോസൈറ്റ്, ഗ്രാനുലോസൈറ്റിന്റെ എക്സാമ്പിൾ ബേസോഫിൽസ്, ഈസിനോഫിൽസ്, ന്യൂട്രോഫിൽസ്. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കാം, നെയിം ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ല്യൂക്കോസൈറ്റ്സ്. WBCയുടെ പലതരം. ഈ 5 പേര് എഴുതുക: ലിംബോസൈറ്റ്, മോണോസൈറ്റ്, ബേസോഫിൽസ്, ഈസിനോഫിൽസ്, ന്യൂട്രോഫിൽസ്. ഇനി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സെൽ എമംഗ് ദ ലൂക്കോസൈറ്റ്. ലൂക്കോസൈറ്റുകളിൽ വെച്ച് ഈ 5 എണ്ണത്തിൽ വെച്ച് ഏറ്റവും വലുത് ഏതാണ്? ഇതെല്ലാം വലുതാണ്, അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ മോണോസൈറ്റ് ഈസ് ദ ലാർജസ്റ്റ് സെൽ. ഈ ഉള്ളതിന് ഏറ്റവും വലിയ സെല്ലിന്റെ പേര് മോണോസൈറ്റ് എന്നാണ്. അപ്പൊ ലാർജസ്റ്റ് സെൽ എമംഗ് ദ ലൂക്കോസൈറ്റ് മോണോസൈറ്റ് ആണ്. വിച്ച് ഈസ് ദ സ്മാളസ്റ്റ് സെൽ, അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ലിംബോസൈറ്റ്. അത് രണ്ടും എ ഗ്രാനുലോസൈറ്റ് ആണ്. എ ഗ്രാനുലോസൈറ്റ് ആയ മോണോസൈറ്റുകൾ ഏറ്റവും വലിയ സെല്ലുകൾ, ഏറ്റവും ചെറിയ സെല്ലുകൾ ലിംബോസൈറ്റുകൾ. ഇത്രയുമാണ് നമ്മൾ ലൂക്കോസൈറ്റ് അല്ലെങ്കിൽ WBCയെ പറ്റിയിട്ട് പഠിക്കണേ. പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ലൂക്കോപീനിയ, ലൂക്കോസൈറ്റോസിസ്, ലുക്കീമിയ. അത് 3 രോഗാവസ്ഥയാണ്. 4000 11,000 നോർമൽ, 4000 കുറഞ്ഞു വരുന്ന അവസ്ഥ ലൂക്കോപീനിയ, 11,000 കൂടി വന്ന ലൂക്കോസൈറ്റോസിസ്. ക്രമാതീതമായി ബ്ലഡിൽ WBCയുടെ കൗണ്ട് കൂടിയാൽ അത് രോഗാവസ്ഥയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ലുക്കീമിയ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ നമ്മൾ ബ്ലഡിലെ ബ്ലഡ് സെൽസിന്റെ 2 തരം ബ്ലഡ് സെൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടെല്ലാം പഠിച്ചു. RBC, WBC. ഇനി ഒരു തരം കൂടിയുണ്ട്, ഒരു തരം ബ്ലഡ് സെൽസ് കൂടിയുണ്ട്. അതിന്റെ പേര് 2 പേരുണ്ട്. ഒന്നുകിൽ അതിനെ ത്രോംബോസൈറ്റ്സ് എന്ന് പറയും, അതല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയും. ഇനി അതിനെ കുറിച്ചാണ്. അപ്പോൾ ഓരോന്നിനും പ്രത്യേകതയുണ്ട്. RBCയുടെ പ്രത്യേകത മോസ്റ്റ് ന്യൂമറസ് ആണ്. ബ്ലഡിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് RBC ആണ്. WBCയുടെ പ്രത്യേകത ലെസ് ന്യൂമറസ് ആണ്. ബ്ലഡിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ദ സ്മാളസ്റ്റ് ബ്ലഡ് സെൽസ് ഇൻ മാൻ. ബ്ലഡിൽ കാണുന്ന സെല്ലുകളിൽ ഏറ്റവും ചെറുതാണ് ത്രോംബോസൈറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ നമ്മൾ പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആർ ദ സ്മാളസ്റ്റ് ബ്ലഡ് സെൽസ്. ഇതിന്റെ എണ്ണം എത്രയും നോർമൽ കോൺസെൻട്രേഷൻ എത്രയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അബൌട്ട് 2 lakhs to 4 lakhs per cubic millimeter of blood. ഒരു ഘന മില്ലിമീറ്ററിന്റെ എണ്ണം 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ്. അപ്പൊ മിനിമം ലെവല് 2 lakhs ആണ്, മാക്സിമം ലെവല് 4 lakhs ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡെങ്കിപ്പനി, ഡെങ്കി ഫീവർ. അതിന്റെ പ്രത്യേകത എന്താണ്? അത് പറഞ്ഞാൽ അത് മരിച്ചു പോകുന്ന കാര്യം എന്താണ്? ബ്ലഡില് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറഞ്ഞു പോകുന്നു. അപ്പൊ ഈ 2 ലക്ഷം എന്ന് പറയുന്നത് കുറഞ്ഞു 1 ക്യൂബിക് മില്ലിമീറ്ററിൽ 50,000 പ്രശ്നങ്ങളൊന്നുമില്ല. 50,000 താഴെ വന്നാൽ ഡേഞ്ചറസ് കണ്ടീഷനാണ്. അപ്പൊ അത് കുറഞ്ഞു പോയാലുള്ള പ്രശ്നം കൊണ്ടാണ് അവർ മരിച്ചു പോകുന്നത്. അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പിന്നെ പറയാം. നമുക്ക് ഇപ്പൊ ഇതിനകത്തേക്ക് വരാം. അതിൽ സ്മാളസ്റ്റ് ബ്ലഡ് സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ്. ഇറ്റ് ഈസ് അബൌട്ട് 2 lakhs to 4 lakhs per cubic millimeter of blood. അടുത്ത പ്രത്യേകത they are smaller. അത് ചെറുതാണ്. അത് കഴിഞ്ഞാൽ ഓവൽ ഷേപ്പ് അതിന്റെ മുട്ടയുടെ ആകൃതിയാണ്. and non nucleated cells. സ്മാളർ ആണ്, ഓവൽ ഷേപ്ഡ് ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പൊ ഏറ്റവും ചെറിയ സെല്ലുകളാണ് ഓവൽ ഷേപ്ഡ് സെൽസ് ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ് സെൽസ് ആണ്. ഇനി മറ്റൊരു പ്രത്യേകത, they are mainly formed from the giant cells of liver, kidney, spleen, etc. ഇങ്ങനെയുള്ള ഓർഗൻസിന് അബ്നോർമൽ സൈസ് ഉള്ള സെല്ലുകളുണ്ട്. അവിടെ നിന്നാണ് പ്രധാനമായിട്ടും ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 to 3 days. 2 മുതൽ 3 ദിവസം വരെ ജീവിക്കുന്നത്. ആവറേജ് ലൈഫ് സ്പാൻ 2 to 3 days. ഇനി അതിന്റെ ജോലി, ഇതിന്റെ പേര് ത്രോംബോസൈറ്റ് എന്നാണ്. ഇത് റിലീസസ് എ സബ്സ്റ്റൻസ് കാൾഡ്, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവുണ്ട്. അതിന്റെ പേര് ഇതാണ് ത്രോംബോകൈനേസ്. ഇറ്റ് റിലീസസ് എ സബ്സ്റ്റൻസ് കാൾഡ് ത്രോംബോകൈനേസ്. ആ പേര് ഏതൊരു സാധനത്തിന്റെ പേരാണോ എയ്സ് എന്ന് അവസാനിക്കുന്നത്, ASC എന്ന് അവസാനിക്കുന്ന പേരുള്ളതെല്ലാം എൻസൈമുകളാണ്. അപ്പൊ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ത്രോംബോകൈനേസ്. ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. രക്തം കട്ടപിടിക്കാൻ വളരെ അത്യന്താപേക്ഷിതമായ എൻസൈമാണ് ത്രോംബോകൈനേസ്. അത് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പ്ലേറ്റ്ലെറ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അപ്പൊ നമുക്ക് പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ച് എന്തൊക്കെ അറിയാം? സ്മാളസ്റ്റ് ബ്ലഡ് സെൽസ് ഇൻ മാൻ. It is about 2 lakhs to 4 lakhs per cubic millimeter of blood. They are small, oval-shaped and non-nucleated cells. They are mainly formed from the giant cells of liver, kidney, spleen, etc. Average life span is 2 to 3 days.
It releases a substance called thrombokinase, essential for blood clotting. അപ്പൊ ഇതുവരെ നമ്മൾ ബ്ലഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിച്ചു. അതായത് ബ്ലഡിന് 2 പാർട്ടുണ്ട്. ലിക്വിഡ് പാർട്ടിന്റെ പേര് പ്ലാസ്മ, സോളിഡ് പാർട്ടിന്റെ പേര് ബ്ലഡ് സെൽസ്. അതിൽ ബ്ലഡ് സെൽസിന് നമ്മൾ RBC കണ്ടു, മോസ്റ്റ് ന്യൂമറസ് ബ്ലഡ് സെൽസ് ആണ്. WBC ലെസ് ന്യൂമറസ് ആണ്. സ്മാളസ്റ്റ് ബ്ലഡ് സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്. അതിന്റെ പ്രത്യേകത 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ഉണ്ടാവും. 1 ക്യൂബിക് മില്ലിമീറ്ററിൽ സ്മാളർ ആണ്, ഓവൽ ഷേപ്ഡ് ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. അതിന്റെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് 2 to 3 days ആണ്. അത് ഉത്പാദിപ്പിക്കുന്നത് എൻസൈമിന്റെ പേര് ത്രോംബോകൈനേസ് എന്നാണ്. ജോലി ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. അപ്പൊ ബ്ലഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഗ്രൂപ്പിംഗും നമ്മൾ കണ്ടതാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബ്ലഡിനെ കുറിച്ച് കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ എടുത്തത്. അത് ഇത്രയും ഭാഗങ്ങൾ കൃത്യമായി നോക്കിക്കൊള്ളുക. താങ്ക് യു ഫോർ വാച്ചിങ്.